അകത്ത് ഓപ്പറേഷൻ നടക്കുക. ഓപ്പറേഷനോ? ആ. എത്ര നേരമായി? 1.5 മണിക്കൂറിൽ കൂടുതലായി. വിളിക്കൂ. സാർ, ഇത് മേജർ ഓപ്പറേഷനാ. ഓപ്പറേഷൻ നടക്കുമ്പോൾ വിളിക്കാൻ പാടില്ല. ഓഹോ, വിളിക്കാൻ പാടില്ല അല്ലേ? എന്താണ് സാർ? വല്ല അത്യാവശ്യ കാര്യമാണെങ്കിൽ ഞാൻ ഉടനെ വരാം. ഓപ്പറേഷൻ കഴിഞ്ഞു. അകത്തേക്ക് നോക്കാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്. സാർ, ഇതെവിടെയാണ് സൂക്ഷിക്കേണ്ടത്? നീ തന്നേക്കും. ഇരിക്കും. അരുൺ തക്ക സമയത്ത് വാല് തുറന്നുകൊണ്ട് എനിക്ക് പോലീസിനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചു. സാറ് ഓപ്പറേഷൻ മാറ്റി വെച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി. താങ്ക് യു വെരി മച്ച്. എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ആരാണ് ഈ കൊലപാതകിയെന്ന്. ഡോക്ടർ രാമചന്ദ്രൻ. നേരിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേനയോ അയാൾ തന്നെയാണ് സർ ഈ 6 കൊലപാതകങ്ങൾക്കും പിന്നിലുള്ളത്. ഹി ഹാസ് സർട്ടൻലി ഗോട്ട് ദ മോട്ടിവേഷൻ ടു ഡു ദിസ്. പക്ഷേ അതിസമർത്ഥമായ രീതിയിൽ അയാൾ തെളിവുകൾ മറച്ചുവെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ മതിയോ? പോരാ സർ, അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ഡോക്ടർ രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുവാൻ എനിക്ക് അനുവാദം തന്നു. തെളിവുകളില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ട്രൂ സർ. പക്ഷെ സംശയത്തിന്റെ പേര് പറഞ്ഞെങ്കിലും അത് ചെയ്തേ പറ്റൂ. ഇനിയൊരു കൊലപാതകം കൂടി നടക്കുന്നത് തടയണമെങ്കിൽ, ഇതുവരെ നടന്ന കൊലപാതകങ്ങൾ തെളിയണമെങ്കിൽ, he has to be caught. Well, Mr. Govinath, if you are so confident about it, ഡോക്ടർ രാമചന്ദ്രനെ കസ്റ്റഡിയിൽ എടുത്തോളൂ. ഡോക്ടർ എവിടെ പോയി? ഡോക്ടർ ബാംഗ്ലൂർ ഒരു കോൺഫറൻസിന് പോയതാ. എന്ന് പറയാൻ പറഞ്ഞേൽപ്പിച്ചോ അതോ? അല്ല സർ, പോവാന്നു പറഞ്ഞു. അത്രേ ഞങ്ങൾക്കറിയാവൂ. ബാംഗ്ലൂരിൽ എന്ത് കോൺഫറൻസ്? ഏതോ മെഡിക്കൽ കോൺഫറൻസ് എന്ന് മാത്രം പറഞ്ഞു. അതെവിടെയാണെന്നും എപ്പോഴാണെന്നും അറിയില്ല അല്ലേ? ഇല്ല സർ. ഡോക്ടർ രാമചന്ദ്രൻ നമ്മുടെ കണക്കുകൂട്ടലുകളെ കടത്തിവിട്ടി കളഞ്ഞല്ലോ മിസ്റ്റർ വീന്ദ്രൻ. അയാൾ ഒളിവിലാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ബാംഗ്ലൂരിലേക്കാണ് പോയത് അല്ലേ? അതെ സർ. കർണാടക പോലീസിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ഞാൻ കമ്മീഷനോട് പറയാം. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. Now do one thing. ഡോക്ടറുടെ വീടിന് മുന്നിലും ഹോസ്പിറ്റലിന് പരിസരത്ത് പോലീസ് കാവൽ നിൽക്കട്ടെ. യെസ് സർ. ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിനെ എല്ലാം വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. ഗോപിനാഥ്, ഞാൻ ഡോക്ടർ രാമചന്ദ്രൻ. പരിഭ്രമിക്കണ്ട. ബാംഗ്ലൂർ വരെ പോയി എന്നെ തേടി അലയണമെന്നില്ല. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാമെന്ന് കരുതി. ഞാൻ സംസാരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്, ഇതേ നഗരത്തിൽ നിന്ന് തന്നെ. ഡോക്ടർ രാമചന്ദ്രൻ, നിങ്ങൾ ഈ കാണിക്കുന്നത് ബുദ്ധിമോശമാണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നത് ഇത് ധർമ്മമാണെന്നാണ്. ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. എന്റെ നീക്കങ്ങളെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ മെനക്കെടണമെന്നില്ല. നിങ്ങൾക്കതിന് കഴിയില്ല മിസ്റ്റർ ഗോപിനാഥ്. നിങ്ങളുടെ ഓരോ മുൻകരുതലുകളും ഓരോ ആക്ഷനും നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന്മാർ പോലും അറിയുന്നതിന് മുമ്പേ ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നു എന്നാവും അടുത്ത ചോദ്യമെങ്കിൽ, വെൽ, ഇറ്റ്സ് സിമ്പിൾ. നിയമത്തിന്റെ പിന്തുണയില്ലാത്തൊരു പാവം മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോഴങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കൂ. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ മിസ്റ്റർ ഗോപിനാഥ്. നമസ്കാരം. നമസ്കാരം. ഞാനാണ് നന്ദൻ മേനോൻ, ഇവിടുത്തെ MP. കേട്ടിട്ടുണ്ട്. വരൂ, ഇരിക്കൂ. വെൽ സർ, പിന്നെന്താണ് പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? മിസ്റ്റർ ഗോപിനാഥിനെ എന്റെ മകളുടെ വിവാഹത്തിന് നേരിട്ട് ക്ഷണിക്കാൻ വന്നാണ്. ഈ 18-ാം തീയതിയാണ് വിവാഹം. ഞാൻ അറിഞ്ഞിരുന്നു. എന്നാലും നേരിൽ വന്ന് വിളിക്കേണ്ട എന്റെ കടമയാണല്ലോ. താങ്ക് യു. പിന്നെ ഞാൻ ഇന്നലെ IGM കമ്മീഷൻ കണ്ടിരുന്നു. ഇവിടെ കുറെ കാലമായി നടന്നു വരുന്ന കൊലപാതകങ്ങൾ, അതിന്റെ അന്വേഷണ ചുമതല താങ്കൾക്കാണെന്നറിയാം. ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട്. ഗവൺമെന്റ് ഇസ് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. കൊല്ലപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, അറിയാമല്ലോ. എന്റെ പെങ്ങളുടെ മകൻ ബാലു, അതായത് എന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ, അവൻ മാത്രം രക്ഷപ്പെട്ടു.
അപകടം മണത്തറിഞ്ഞ ഞാൻ അവനെ ഡൽഹി കടത്തി കളഞ്ഞു. കല്യാണത്തിന്റെ അന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെ അവനോട് വരികയുള്ളൂ. അന്ന് തന്നെ പെണ്ണും ചെറുക്കനും മടങ്ങുകയും ചെയ്യും. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ താങ്കൾക്കാണ് പ്രത്യേക ചുമതലയെന്ന് ഐജി പറഞ്ഞു. സോ സാറ്റിസ്ഫൈഡ്, കെയർ ഫ്രീ. നിങ്ങളുടെ വലയം ഭേദിച്ചിട്ട് ആരും, അത് എത്ര കൊലകൊമ്പനായാലും ശരി, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാലും ഒരു കശപിശ ഉണ്ടാകാൻ നോക്കണമല്ലോ. അതെന്റെ ഡ്യൂട്ടി അല്ലേ സർ? സാർ ധൈര്യമായി പൊയ്ക്കും. ഓ, അപ്പൊ ഇറങ്ങട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഹലോ, വീണ്ടും ഞാൻ തന്നെ, ഡോക്ടർ രാമേന്ദ്രൻ. എന്താ ഡോക്ടർ? നമ്മുടെ MP നന്ദമ്മേനവും പോയി അല്ലേ? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിച്ച് മെനക്കെടുന്നതിന് മുമ്പേ ഇതുകൂടെ കേട്ടോളൂ. ബാലു കൂടിയേ ഇനി എന്റെ ലിസ്റ്റിലുള്ളൂ. ഞാൻ അവനെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, അവൻ വരുന്നു. 18-ാം തീയതി രാവിലെ 10:40 വിവാഹം? മിസ്റ്റർ ഗോപിനാഥ്, ബാലു ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി വെക്കില്ല. അതിനു മുമ്പ് ഞാൻ അവന്റെ കഥ കഴിച്ചിരിക്കും. മിസ്റ്റർ രാമചന്ദ്രൻ, ശോഭിക്കണ്ട, കാര്യമാണ് പറഞ്ഞത്. ചേട്ടനോ? പതുക്കെ ഉറക്കെ സംസാരിച്ച മോൾക്ക് ഇനിയും ക്ഷീണം കൂടും. ചേട്ടാ, എനിക്കിപ്പോ അസുഖം എല്ലാം ഭേദമായി. ഇനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്തിനാ? നമുക്ക് വീട്ടിൽ പോവാം. പോകാം, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തിനാ കുറച്ചുകൂടെ കഴിയുന്നത്? ഇപ്പൊ തന്നെ എത്ര ദിവസമായി ചേട്ടനെ കണ്ടിട്ട്? എവിടെയായിരുന്നു? ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു. ഇവിടെയല്ല, പുറത്ത്, ബാംഗ്ലൂരില്. ഇപ്പൊ തന്നെ പുഷ്പയെ കാണാൻ യാത്രക്കിടയിൽ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ചിലപ്പോ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഇനിയും പോവാണോ? പോണം കുഞ്ഞെ, ഒരു ജോലി കൂടെ ബാക്കിയുണ്ട്. എപ്പോ വരും? വരും വരും പുഷ്പേ. ആ, മരുന്നുകളൊക്കെ നേരത്തെ കഴിക്കണം. അസുഖം ശരിക്കും മാറണം. ചേട്ടൻ എന്തിനാ കരയുന്നത്? ഇല്ല, ഒന്നുമില്ല. ഓരോന്നങ്ങനെ ഓർത്തുപോയി. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പുഷ്പയ്ക്കിപ്പോ മെഡിസിന് ചേരുന്ന സമയമായി അല്ലേ? അതാണോ? അത് സാരമില്ല, ഇനിയും ഉണ്ടല്ലോ സമയം. ശരിയാണ്, ഇനിയുണ്ടല്ലോ സമയം. ആരണോ? ഞാൻ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ ഞാൻ ഗോപിനാഥനെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓർമ്മയുണ്ടല്ലോ? യെസ് സർ. കല്യാണത്തിന് വരുന്ന എല്ലാ അതിഥികളെയും കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം കടത്തിവിട്ടാൽ മതി. ഇവിടെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. ഷുവർ സർ. അകത്ത് വേണ്ടത്ര പോലീസുകാരെ നിർത്തുക. പുറത്ത് എത്ര കാലം പോലീസ് വേണമെങ്കിലും ബന്ധവസിനുണ്ടാകട്ടെ. ബട്ട് ഒരു പഴുത് പോലും വിട്ടുപോകരുത്. വി മസ്റ്റ് ഫേസ് ദി ചാലഞ്ച്. യെസ് സർ. എല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് TV, മെറ്റൽ ഡിറ്റക്ടർ, എല്ലാം. ഹലോ, അതെ, ഉണ്ട്. ഫോൺ. യെസ് മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയാലും നാളെ മുഹൂർത്ത സമയമായ 10:40 മുമ്പ് ബാലുവിനെ ഞാൻ കൊന്നിരിക്കും. തീർച്ച. എല്ലായിടവും ചെക്ക് ചെയ്യുക. ഒരിടവും വിട്ടുപോകരുത്. സംശയമുള്ള ആരായിരുന്നാലും പരിശോധിക്കണം. ഇത് നമ്മളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. 10:40 മുൻപായി ബാലുവിനെ കൊന്നിരിക്കുമെന്ന് അയാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ബാലുവിന്റെ അടുത്തും കല്യാണ മണ്ഡപത്തിലും വളരെ അത്യാവശ്യമുള്ളവരെ മാത്രം കടത്തിവിട്ടാൽ മതി. യെസ് സർ. ഡോക്ടർ രാമചന്ദ്രൻ അത്ര നിസ്സാരപ്പെട്ടവനല്ല. അയാൾ ഏത് വിധത്തിലും ഏത് വേഷത്തിലും അകത്ത് കിടക്കാൻ ശ്രമിക്കും. സോ ബി അലേർട്ട്. ഓക്കെ? മൂവ് നൗ.